കർത്താവിൻ്റെ നാമം മഹത്വപ്പെടുമാറാകട്ടെ. പ്രിയമുള്ളവരെ, ദൈവത്തിൻ്റെ ആത്മാവ് ഇന്ന് നമ്മോട് തൻ്റെ വചനം നമുക്കിന്ന് വ്യക്തമായ രീതിയിൽ വെളിപ്പെടുത്തി തരട്ടെ എന്ന് ഞാൻ യേശുക്രിസ്തുവിൻ നാമത്തിൽ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ദൈവത്തിൻ്റെ ആത്മാവ് വചനം ഗ്രഹിപ്പിച്ചു തന്നാൽ മാത്രമേ എനിക്കും നിങ്ങൾക്കും ശരിയായ രീതിയിൽ മനസ്സിലാക്കാൻ കഴിയൂ. അല്ല എങ്കിൽ എനിക്കോ നിങ്ങൾക്കോ ലോകത്താർക്കും തന്നെ ദൈവവചനത്തെ ഗ്രഹിക്കുവാൻ കഴിയില്ല. കാരണം ദൈവവചനം ദൈവമാണ്. ദൈവത്തിൻ്റെ വചനത്തെ, സാക്ഷാൽ ദൈവത്തെ നമുക്ക് മനസ്സിലാക്കി തരുവാൻ ദൈവത്തിൻ്റെ ആത്മാവിന് മാത്രമേ കഴിയൂ. ഈ ഒരു സത്യത്തെ ഗ്രഹിച്ചുകൊണ്ട് തന്നെ നമുക്ക് ദൈവാത്മാവിൽ ശരണപ്പെടാം. കർത്താവിൻ്റെ ആത്മാവ് വചനം ഗ്രഹിക്കുവാനായിട്ട് നമ്മെ സഹായിക്കട്ടെ. അപ്രകാരം തന്നെ ഞാൻ പറയുമ്പോൾ ഒരു കാര്യം ഞാൻ വ്യക്തമായിട്ട് പറയാം. ഒരു സമയം രണ്ട് യജമാനന്മാരെ ആർക്കും സേവിക്കാൻ കഴിയില്ല. ഒരു സമയം രണ്ട് തരത്തിലുള്ള പ്രവർത്തനങ്ങൾ, അത് ഒരിക്കലും ആർക്കും ഗുണം ചെയ്ത ചരിത്രം ഇല്ല. കർത്താവിനോട് കൂടെ 12 ശിഷ്യന്മാരുണ്ടായിരുന്നു. 12 ശിഷ്യന്മാരിൽ ഒരു വ്യക്തി 2 യജമാനന്മാരെ സേവിക്കുന്നവൻ ആയിരുന്നു. എന്താണ് അതിൻ്റെ അർത്ഥം? കൂടെയുള്ള 12 പേരിൽ 11 പേരും കർത്താവിന് വേണ്ടി ജീവൻ കൊടുക്കുവാൻ തക്കവണ്ണം കർത്താവിൻ്റെ ആ സ്നേഹത്തിൽ അവർ ഒന്നായി ചേർന്നപ്പോൾ മറ്റൊരു ഭാഗത്ത് മറ്റൊരു വ്യക്തി, ആ 12ാമത്തെ വ്യക്തി കർത്താവിനെ സ്നേഹിച്ചില്ല. പകരം കർത്താവിനോടൊപ്പം നടന്നു, കർത്താവിൽ നിന്ന് കഴിച്ചു, കർത്താവ് പറയുന്നതെല്ലാം കേട്ടു. കർത്താവിനോടൊപ്പം നടന്നപ്പോൾ കിട്ടേണ്ട എന്തെല്ലാം നന്മയുണ്ടോ അതെല്ലാം ലഭിച്ചു. പോരാഞ്ഞിട്ട് പണത്തോട് നല്ല ആഗ്രഹമുള്ളത് കൊണ്ടും പണം കൈകാര്യം ചെയ്ത് നല്ല പരിചയമുള്ളത് കൊണ്ടും പണസഞ്ചി സൂക്ഷിപ്പുകാരനുമായിരുന്നു. കാര്യങ്ങളുടെ കണക്ക് കാര്യാദികളെല്ലാം സൂക്ഷിക്കുന്നവരുമായിരുന്നു. എല്ലാറ്റിലും ഉപരിയായിട്ട് ഒരേ സമയം കർത്താവിനെയും സേവിച്ചു, ഒരേ സമയം പണത്തെയും സേവിച്ചു. ഒടുവിലൊരു സമയം വന്നു, അദ്ദേഹത്തിന് ഏതെങ്കിലും ഒന്ന് തിരഞ്ഞെടുക്കേണ്ട സാഹചര്യം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ വന്നു. എന്താ സംഭവിച്ചത്? അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ അദ്ദേഹം കർത്താവിനെ ഉപേക്ഷിച്ചു, പണത്തെ തിരഞ്ഞെടുത്തു. അവിടെ നമുക്ക് വ്യക്തമായി കാണാൻ കഴിയും, അദ്ദേഹം കർത്താവിനെ 30 വെള്ളിക്കാശിന് വിറ്റ് കളയുന്നത് നമുക്ക് കാണാൻ കഴിയും. പ്രിയമുള്ളവരെ, നമ്മുടെ ഹൃദയം എവിടെയാണോ, നമ്മുടെ ചിന്ത എവിടെയാണോ ഇരിക്കുന്നത്, അതാണ് നമ്മുടെ യജമാനൻ. നാം ഏത് വിഷയത്തിലാണോ നമ്മുടെ ചിന്ത ഇരിക്കുന്നത്, നാം എന്ത് ചിന്തിച്ചാണോ ജീവിക്കുന്നത്, ആ ചിന്ത നമ്മെ ഭരിക്കും. ആ ചിന്തയ്ക്ക് നാം ദാസന്മാരായിരിക്കും. നിങ്ങൾ ആർക്ക് ദാസനാണോ അതനുസരിച്ചാണ് നിങ്ങളുടെ ഭാവി തീരുമാനിക്കപ്പെടുന്നത്. നിങ്ങളുടെ ചിന്തയെ ആരാണോ നിയന്ത്രിക്കുന്നത്, നിങ്ങളെ നിയന്ത്രിക്കുന്ന ചിന്തയെന്തോ അതാണ് നിങ്ങളുടെ യജമാനൻ. നിങ്ങളുടെ യജമാനൻ നിങ്ങളെ നിയന്ത്രിക്കും. യൂദ കർത്താവിനെ വിറ്റുകളഞ്ഞു. യൂദായുടെ യഥാർത്ഥ യജമാനൻ കർത്താവല്ലായിരുന്നു. യൂദായുടെ യഥാർത്ഥ യജമാനൻ പണമായിരുന്നു. അദ്ദേഹം ലോകത്തെ സ്നേഹിച്ചു, ലോകത്തെയും അതിൻ്റെ മോഹത്തെയും സ്നേഹിച്ചു. അദ്ദേഹം കർത്താവിനെ സ്നേഹിച്ചില്ല. ഒരു കാര്യം വ്യക്തമായിട്ട് ഞാൻ പറയാം, ഞാൻ എന്നും പറയും, ഇനിയും പറയും, ഇനിയും പറയേണ്ടതുണ്ടത്. ലോകത്തെ സ്നേഹിക്കുന്ന, ലോകത്തിൽ നിന്ന് എന്തെങ്കിലും പ്രതീക്ഷിക്കുന്ന വ്യക്തിക്ക് ഒരിക്കലും ദൈവത്തെ, അതായത് സ്വർഗത്തിൽ വസിക്കുന്ന
ദൈവത്തിൽ നിന്ന് ഒന്നും പ്രതീക്ഷിക്കാൻ അർഹത ഇല്ല. രണ്ടിടത്തുനിന്നും കൂടി പ്രതീക്ഷിച്ച്, രണ്ട് വള്ളത്തിൽ കാലുവെച്ച്, രണ്ട് യജമാനന്മാരെ ഒരേ സമയം സേവിച്ച് മുൻപോട്ട് പോകാമെന്ന് ആരും കരുതണ്ട. അങ്ങനെ ഒരു കരുതൽ നിങ്ങൾക്കുണ്ട് എങ്കിൽ നിങ്ങൾ പരാജയപ്പെട്ടിരിക്കുകയാണ്. ഒരു ചൊല്ലുണ്ടല്ലോ, നാം പാതി ദൈവം പാതി. പ്രിയപ്പെട്ടവരെ, ക്രിസ്തീയ ജീവിതത്തിൽ നാം പാതി ദൈവം പാതി എന്നുള്ള ചൊല്ലിന് ഒരു പ്രസക്തിയും ഇല്ല. ഇവിടെ സമ്പൂർണമായിട്ടും ദൈവത്തിൽ ആശ്രയിക്കുന്ന, ദൈവത്തെ സ്നേഹിക്കുന്ന, ദൈവത്തോട് ചേർന്നിരിക്കുന്ന അനുഭവമാണ് ഇവിടെ വേണ്ടത്. വിളിക്കപ്പെട്ടവർ അനേകരാണ്. ഇന്ന് ഈ സന്ദേശം കേൾക്കുന്നത് അനേകരായിരിക്കാം. പക്ഷേ ഈ സത്യത്തിൽ ജീവിക്കുന്നത് ചുരുക്കം ചിലർ മാത്രമാണ്. ഒരുപക്ഷെ ഈ വിരലിൽ എണ്ണാകുന്നത് വ്യക്തികൾ മാത്രം ആയിരിക്കാം. എന്നാൽ ഒരു കാര്യം കർത്തൃനാമത്തിൽ പറഞ്ഞുകൊള്ളട്ടെ, ദൈവം അനീതിയുള്ളവൻ അല്ല. ഞാൻ ഒരിക്കൽ കൂടി പറയുന്നു, ദൈവം അനീതിയുള്ളവൻ അല്ല. എന്തുകൊണ്ട് ഞാൻ ദൈവം അനീതിയുള്ളവനല്ല എന്ന് പറയുന്നു? ദൈവം തിരഞ്ഞെടുത്ത തൻ്റെ 12 ശിഷ്യന്മാർക്കും താൻ ആരെന്ന് ഒരുപോലെ വെളിപ്പെടുത്തി കൊടുത്തു. താൻ അവരോട് മുഖപക്ഷം കാണിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നില്ല. താൻ അവരെ കുറച്ചും കൂടുതലും സ്നേഹിക്കുന്നതായിട്ട് കാണാൻ കഴിയുന്നില്ല. താൻ ആരെന്നും തൻ്റെ പ്രവൃത്തി എന്തെന്നും തന്നിലൂടെ വരുന്ന നന്മ അതെല്ലാം അവർക്ക് ഊറ്റിക്കൊടുക്കുന്നത് നമുക്ക് വ്യക്തമായിട്ട് കാണാൻ കഴിയും. 2 തരത്തിലുള്ള നിലപാടുകൾ, 2 തരത്തിലുള്ള വിശ്വാസങ്ങൾ, 2 തരത്തിലുള്ള ഇഷ്ടങ്ങളെ ഒരേ സമയം കൊണ്ട് നടക്കുന്നത് ശാപത്തിൻ്റെ ലക്ഷണമാണ്. അത് നശിച്ചു പോകുന്നതിൻ്റെ ലക്ഷണമാണ്. യൂദായെക്കുറിച്ച് പറയുന്നത് അവൻ ജനിക്കാതിരുന്നുവെങ്കിൽ കൊള്ളാമായിരുന്നു എന്നാണ്. പലപ്പോഴും പല പ്രിയപ്പെട്ടവരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ദൈവത്തിന് ആ ആള് അങ്ങനെ ചെയ്യുമെന്ന് അറിഞ്ഞുവെങ്കിൽ അയാളെ അതിൽ നിന്നും മാറ്റിക്കൂടായോ എന്നൊക്കെ ചോദിക്കുന്നത് ഞാൻ പലയിടത്തും കേട്ടിട്ടുണ്ട്. നമുക്കൊരല്പം മനുഷ്യത്വം ഇച്ചിരി കൂടിപ്പോവും. ശരിയായ കാര്യത്തിൽ നമുക്ക് മനുഷ്യത്വം തോന്നാറുമില്ല. എന്നാൽ ദൈവത്തെ നാം മനസ്സിലാക്കുമ്പോൾ നമുക്കൊരു കാര്യം വ്യക്തമായി മനസ്സിലാവും, ദൈവം ആരെയും നിയന്ത്രിക്കുവാൻ ആഗ്രഹിക്കുന്നില്ല. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ തന്നെ ദൈവം വ്യക്തമായിട്ട് പറഞ്ഞു, ആകാശത്തിലും സമുദ്രത്തിലും ഭൂമിയിലും എല്ലായിടത്തും ഭരിച്ചുകൊള്ളുവിൻ, വാഴുവിൻ എന്ന് മനുഷ്യനോട് കൽപ്പിക്കുകയും മനുഷ്യനെ അപ്രകാരം അനുഗ്രഹിക്കുകയും ചെയ്തു. ലോകത്തെ ഏത് തരത്തിലുള്ള എത്ര വലിയ മൃഗമായാലും മത്സ്യമായാലും ശരി, ഇന്ന് മനുഷ്യൻ്റെ മുമ്പിൽ അതൊന്നുമല്ല എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ആകാശത്തിൽ മനുഷ്യനുള്ളതുപോലെ അധികാരം മറ്റൊന്നിനില്ല. ഭൂമിയിൽ മനുഷ്യനുള്ളതുപോലെ അധികാരം മറ്റൊന്നിനുമില്ല. സമുദ്രത്തിൽ മനുഷ്യനുള്ളതുപോലെ അധികാരം മറ്റൊന്നിനും ഇല്ല. മനുഷ്യൻ അവന് ഇഷ്ടമുള്ളതുപോലെ അവൻ ഈ ഭൂമിയെ ഭരിക്കുന്നു. മനുഷ്യൻ അവന് ഇഷ്ടമുള്ളതുപോലെ അവൻ സകല പ്രവൃത്തികളെയും ചെയ്യുന്നു. കാരണം ദൈവം മനുഷ്യന് കൊടുത്തിരിക്കുകയാണ് അവൻ്റെ ജീവിതത്തെ അവന് ഇഷ്ടമുള്ളതുപോലെ ഉപയോഗിപ്പാൻ. എന്നാൽ ഈ ഇഷ്ടമുള്ളതുപോലെ ഉപയോഗിക്കുന്ന ഈ ജീവിതത്തിൽ മനുഷ്യൻ ഏത് ഘട്ടത്തിലാണ് തന്നെ അന്വേഷിക്കുന്നതെന്നും ഏത് നിലവാരത്തിലാണ് തന്നെ അന്വേഷിക്കുന്നതെന്നും ദൈവത്തിന് അറിയാം. കാരണം ദൈവം ആദ്യനും അന്ത്യനും ആകുന്നു. ദൈവം ആരംഭവും അവസാനവും ഇല്ലാത്തവൻ ആകുന്നു. ദൈവം ഞാനാകുന്നവൻ, ഞാനാകുന്നു എന്ന നാമമുള്ളവൻ തന്നെ. ഇവിടെയാണ് ദൈവത്തിൻ്റെ പ്രത്യേകത. ദൈവം സ്വർഗത്തിൽ നിന്ന്, അല്ലെങ്കിൽ ദൈവം മനുഷ്യരാശിയെ നോക്കുകയാണ്. ദൈവം ക്രിസ്ത്യാനികളെയല്ല നോക്കുന്നത്,
ദൈവം യഹൂദന്മാരെ അല്ല നോക്കുന്നത്, ദൈവം സൃഷ്ടിച്ച സകല മനുഷ്യരെയും ഒരുപോലെ നോക്കുകയാണ്. നോക്കിക്കൊണ്ട് ഇപ്രകാരമാണ് സങ്കീർത്തനക്കാരൻ സങ്കീർത്തനം 53 പറയുന്നത്, ദൈവം തന്നെ അന്വേഷിക്കുന്ന ബുദ്ധിമാനുണ്ടോ എന്ന് നോക്കുകയാണ്. എന്നാൽ ദൈവം തന്നെ അന്വേഷിക്കുന്ന ബുദ്ധിമാന്മാരെ ഈ നാളുകളിലും അവസാന നാളുകളിലും ഒരുപോലെ കണ്ടിരിക്കുകയും തന്നെ അന്വേഷിക്കുന്നവരെ ക്രിസ്തുവിൽ തിരഞ്ഞെടുക്കുകയും ചെയ്തിരിക്കുകയാണ്. എന്നാൽ ദൈവം അവരുടെ മേൽ മാത്രമല്ല നന്മ പൊഴിയുന്നത്, അവരെ മാത്രമല്ല അനുഗ്രഹിച്ചിരിക്കുന്നത്. ഈ ലോകപ്രകാരമുള്ള എല്ലാ നന്മയും ഒരുപോലെ തന്നെ അന്വേഷിക്കുന്നവർക്കും അന്വേഷിക്കാത്തവർക്കും എല്ലാവർക്കും ഒരുപോലെ കൊടുത്തിരിക്കുകയാണ്. ദൈവം ദുഷ്ടന്റെ മേലും നല്ലവരുടെ മേലും ഒരുപോലെ സൂര്യനുദിപ്പിക്കുന്നവനാണ്. ദുഷ്ടത ചെയ്യുന്നവർക്കും നന്മ ചെയ്യുന്നവർക്കും ഒരുപോലെ മഴയെ കൊടുക്കുന്നവനാണ്. ദൈവം അവിടെ അനീതി കാണിക്കുന്നില്ല. മനുഷ്യ, നീ ഏതു മതത്തിലും വിശ്വസിച്ചു കൊള്ളുക. മനുഷ്യ, നീ ആരെ വേണമെങ്കിലും അന്വേഷിച്ചു കൊള്ളുക. മനുഷ്യ, നീ എന്തു വേണമെങ്കിലും തിരഞ്ഞെടുത്തു കൊള്ളുക. പക്ഷേ ഒരു കാര്യം വ്യക്തമായി പറയാം, ദൈവത്തിനുള്ളവരെ, ദൈവത്തെ അന്വേഷിക്കുന്നവരെ ദൈവത്തിന് അറിയാം. വ്യക്തമായിട്ട് ഞാൻ ഒരിക്കൽ കൂടി പറയട്ടെ, ദൈവത്തെ അന്വേഷിക്കുന്നവരെ, ദൈവം ആരെന്ന് അന്വേഷിക്കുന്നവരെ, സത്യദൈവത്തെ കണ്ടെത്തണമെന്ന് ആര് ആഗ്രഹിക്കുന്നുവോ അവരെ ദൈവത്തിന് വ്യക്തമായ നിലവാരത്തിൽ അറിയാം. ഒരുപക്ഷെ അവർ പള്ളികളുടെ ഉള്ളിൽ കാണില്ലായിരിക്കാം, ഒരുപക്ഷെ അവർ ഒരു മതസദസ്സിൽ കാണില്ലായിരിക്കാം, ഒരുപക്ഷെ അവർ ഏതെങ്കിലും ഒരു വീട്ടിൽ ഒരു മൂലയ്ക്ക് ഒതുങ്ങിയിരിക്കുന്നവരായിരിക്കാം, ഒരുപക്ഷെ അവർ ഒരു കാട്ടിൽ ഒറ്റയ്ക്കായിരിക്കാം, ഒരുപക്ഷെ അവർ ഒരു ജയിലിൽ അടയ്ക്കപ്പെട്ടിരിക്കുകയായിരിക്കാം, ഒരുപക്ഷെ അവർ എല്ലാ രീതിയിലും പ്രതീക്ഷയറ്റ നിലവാരത്തിലായിരിക്കാം, ഒരുപക്ഷെ അവർ മരണത്തെ മുഖാമുഖം കണ്ട് അടുത്ത നിമിഷം മരണത്തിലേക്ക് പോകും എന്നുറച്ചിരിക്കുന്നവരും ആയിരിക്കാം. എന്നാൽ കർത്താവ് പറയുന്നു, കർത്താവിന് മുഖപക്ഷം ഇല്ല. കർത്താവിന് മുഖപക്ഷം ഇല്ല എന്ന് മാത്രവുമല്ല, കർത്താവ് കണ്ടവരെ, എപ്രകാരമുള്ളവർ, ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാന്മാരെ കർത്താവ് ലോകസ്ഥാപനത്തിന് മുൻപേ കണ്ടിരിക്കുന്നു. ലോകസ്ഥാപനത്തിന് മുൻപേ ക്രിസ്തുവിൽ തിരഞ്ഞെടുത്തിരിക്കുന്നു. ലോകസ്ഥാപനത്തിന് മുൻപേ അവരെ തൻ്റെ സന്തതികളായി കർത്താവ് മാറ്റിയിരിക്കുന്നു. പ്രിയപ്പെട്ടവനെ, താങ്കൾക്ക് ആരെ വേണമോ തിരഞ്ഞെടുക്കുവാനുള്ള അധികാരം ഉണ്ട്. താങ്കൾക്ക് എന്ത് തീരുമാനമെടുക്കാനും എന്ത് ചിന്തിക്കുവാനും ഏത് ദുർശീലത്തിൽ ഏർപ്പെടുവാനും ഏത് നല്ല കാര്യത്തിൽ ഏർപ്പെടുവാനും എന്തിനും ഉള്ള അധികാരം താങ്കൾക്ക് ഉണ്ട്. കാരണം ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് അടിമകളായിട്ടല്ല, ഒരു പ്രത്യേക സോഫ്റ്റ്വെയർ ഘടിപ്പിച്ച ഒരു പ്രത്യേക രീതിയിൽ മാത്രം ചിന്തിക്കുന്ന നിലവാരത്തിലുള്ള ഒരു ജീവിയായിട്ട് അല്ല, അല്ലെങ്കിൽ ഒരു യന്ത്രമായിട്ടല്ല ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നത്. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നത് അത്ഭുതവും അതിശയകരമായിട്ടാണ്. ഇന്നും ശാസ്ത്രം പുരോഗമിച്ചു. ഈ കാലഘട്ടം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെതാണ്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് നമ്മുടെ സംസ്കാരത്തെയും നമ്മുടെ ജീവിത ശൈലിയെയും നമ്മുടെ സകലമാന മേഖലകളെയും മാറ്റിമറിക്കുവാൻ പോകുമ്പോൾ തന്നെ അറ്റ് ദ സെയിം ടൈം, അതേസമയം മനുഷ്യൻ എന്ന ഈ ജീവിതം, ഈ സൃഷ്ടി ശാസ്ത്രത്തിന് ഇന്നും അത്ഭുതം തന്നെയാണ്, തികഞ്ഞ അത്ഭുതം തന്നെയാണ്. പ്രിയമുള്ളവരെ, ഈ ദൈവം
മുഖപക്ഷമില്ലാതെ വിളിച്ചു പറയുന്ന ഒരു വചനമുണ്ട്. ആ വചനം ഞാനും നിങ്ങളും അറിയാതെ പോകരുതെന്ന് കർത്താവിൻ്റെ ആത്മാവ് ആഗ്രഹിക്കുകയാണ്. അതായത് മത്തായി എഴുതിയ സുവിശേഷം 11-ാം അധ്യായത്തിൻ്റെ 28-ാമത്തെ വാക്യം ഇപ്രകാരം വായിക്കുന്നു. മത്തായി എഴുതിയ സുവിശേഷം 11-ാം അധ്യായത്തിൻ്റെ 28-ാമത്തെ വാക്യം ഇപ്രകാരം വായിക്കുന്നു. Then Jesus said, "Come to me, all of you who are weary and carry heavy burdens." എന്നിട്ട് കർത്താവായ യേശു ക്രിസ്തു ഇപ്രകാരം പറഞ്ഞു. കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞത്, യഹൂദന്മാരെ, ഇസ്രായേൽ ജനമേ, 12 ഗോത്രങ്ങളെ, എൻ്റെ അടുക്കൽ വരുവിൻ എന്നല്ല കർത്താവ് വിളിച്ചത്. കർത്താവ് വിളിച്ചത് ഈ കാലഘട്ടത്തിൽ പോലും ആർക്കും ഇപ്രകാരം ഒരു വാക്ക് പറയാൻ കഴിഞ്ഞിട്ടില്ല. അപ്രകാരം മഹത്തരമായ ഒരു വിളിയാണ് മനുഷ്യരാശിയെ നോക്കിക്കൊണ്ട് വിളിച്ചത്. അതൊരു മതത്തോടുള്ള ഒരു വാക്കല്ലത്. അതൊരു മതത്തിൽപ്പെട്ട ഒരു വ്യക്തി വിളിക്കുന്ന വിളിയല്ല. ഒരു പ്രത്യേക മതത്തെ മാത്രം നോക്കിക്കൊണ്ടുള്ള ഒരു അഭിസംബോധന അല്ലത്. അവിടെ എന്താ വിളിക്കുന്നത്? Then Jesus said, കർത്താവായ യേശു ക്രിസ്തു ഇപ്രകാരം പറഞ്ഞു, "Come to me, എൻ്റെ അടുക്കൽ വരുവിൻ." ഉച്ച നീചത്വങ്ങളില്ലാതെ, വർണ്ണവ്യത്യാസമില്ലാതെ, ലിംഗഭേദ വ്യത്യാസമില്ലാതെ എൻ്റെ അടുക്കൽ വരുവിൻ. Come to me, എൻ്റെ അടുക്കൽ വരുവിൻ. ദൈവത്തിൻ്റെ വചനം, ദൈവത്തിൻ്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന ദൈവത്തിൻ്റെ ശബ്ദം, ആരും കണ്ടിട്ടില്ലാത്ത ദൈവത്തിൻ്റെ ആ അമൂല്യമായ ശബ്ദം ജഡമായി തീർന്നു. കൃപയും സത്യവും നിറഞ്ഞവനായി ദൈവത്തിൻ്റെ ഏകജാതനായി നമ്മുടെ ഇടയിൽ വന്നു. സാക്ഷാൽ ദൈവവചനം, സാക്ഷാൽ ദൈവത്തിൻ്റെ വചനം മനുഷ്യരാശിയെ നോക്കിക്കൊണ്ട് വിളിച്ചു പറയുകയാണ്, എൻ്റെ അടുക്കൽ വാ, എൻ്റെ അടുക്കൽ വരുവിൻ. എന്തുകൊണ്ട്? എന്നിട്ട് കർത്താവായ യേശു ക്രിസ്തു ഇപ്രകാരം പറയുകയാണ്, ക്ഷീണിച്ച് മടുത്തിരിക്കുന്നവരെ, ഒരടി പോലും മുൻപോട്ട് വെക്കാൻ കഴിവില്ലാത്തവരെ, ഭാരം ചുമന്ന് തളർന്നിരിക്കുന്നവരെ, അതായത് അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ, എൻ്റെ അടുക്കൽ വരുവിൻ. യഹൂദന്മാരെ, എൻ്റെ അടുക്കൽ വരുവിൻ എന്നല്ല. ക്രിസ്ത്യാനികളെ, എൻ്റെ അടുക്കൽ വരുവിൻ എന്നല്ല. വിശുദ്ധരെ, എൻ്റെ അടുക്കൽ വരുവിൻ എന്നല്ല. പാപമില്ലാത്തവരെ, എൻ്റെ അടുക്കൽ വരുവിൻ എന്നല്ല. എല്ലാം തികഞ്ഞവരെ, എൻ്റെ അടുക്കൽ വരുവിൻ എന്നല്ല. പണമുള്ളവരെ, എൻ്റെ അടുക്കൽ വരുവിൻ എന്നല്ല. മറിച്ച് മനുഷ്യരാശിയെ മുഴുവൻ സ്നേഹിച്ചുകൊണ്ട്, മനുഷ്യരാശിയെ മുഴുവൻ തന്നിൽ ഉൾക്കൊണ്ടുകൊണ്ട് കർത്താവായ യേശു ക്രിസ്തു ദൈവത്തിൻ്റെ വചനം, സാക്ഷാൽ ദൈവം വിളിച്ചു പറയുകയാണ്, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നുള്ളവരുമായുള്ളവരെ, എൻ്റെ അടുക്കൽ വരുവിൻ. Come to me, all of you who are weary and carry heavy burdens, and I will give you rest. ഞാൻ നിങ്ങൾക്ക് വിശ്രമത്തെ തരാം. മലയാള വേദപുസ്തകത്തിൽ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം എന്നെഴുതുമ്പോൾ കർത്താവ് പറയുകയാണ്, ഞാൻ നിങ്ങൾക്ക് വിശ്രമത്തെ തരാം. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നുള്ളവരുമായുള്ളവരെ, ഞാൻ നിങ്ങൾക്ക് വിശ്രമം തരാം. പാപിയാണ്, ശാപഗ്രഹസ്ഥരാണ്, ദൈവവുമായി ബന്ധമില്ലാത്തവരാണ്, ദൈവവുമായി ശത്രുത്വമുള്ളവരാണ്, പാപത്തിൻ്റെ ശമ്പളമാകുന്ന മരണത്തിന് യോഗ്യരാണ്. ഒരു രീതിയിലും ദൈവവുമായി ഒരു ബന്ധത്തിനും ഒരു അർഹതയുമില്ല. എങ്കിലും കർത്താവ് വിളിച്ചു പറയുകയാണ്, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നുള്ളവരുമായുള്ളവരെ, ഞാൻ നിങ്ങൾക്ക് വിശ്രമത്തെ തരാം. ഈ വാക്ക് ഒരു മനുഷ്യന്റെ വാക്കല്ല, ഇതൊരു രാഷ്ട്രീയ നേതാവിൻ്റെ വാക്കല്ല, ഇത് സാക്ഷാൽ ദൈവത്തിൻ്റെ വാക്കാണ്. ദൈവവചനം തന്നെ മനുഷ്യനായി ഇറങ്ങി വന്ന് തൻ്റെ ആത്മാവിനാൽ നമ്മോട് വിളിച്ചു പറയുന്ന വാക്കാണ്.
താൻ നമ്മെ എത്രത്തോളം സ്നേഹിക്കുന്നു, നാം നശിച്ചു പോകരുത് എന്നുള്ള ആ നിർബന്ധത്താലുള്ള വാക്കാണ് ഈ വാക്കുകൾ. ലോകത്ത് പല മതങ്ങളെ നമുക്ക് കാണാം, പല ആശയങ്ങളെ നമുക്ക് കാണാം. പക്ഷേ കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞതുപോലെ അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരും ആയുള്ളോരേ, എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങൾക്ക് വിശ്രമം തരാം എന്ന് പറഞ്ഞ വാക്കിൽ ഉറച്ചു നിൽക്കുന്ന, കർത്താവിലേക്ക് വരികയും കർത്താവിനെ രുചിച്ചറിഞ്ഞവർക്ക് ആ വിശ്രമം എന്ത് എന്ന് തിരിച്ചറിയുവാനും കഴിഞ്ഞിരിക്കുന്ന ഈ സത്യം പോലെ മറ്റൊരു സത്യം ലോകത്ത് നമുക്ക് കാണാൻ കഴിയില്ല. ഈ ലോകത്ത് എത്ര വലിയ ടെക്നോളജി വന്നാലും, എത്ര വലിയ കംഫർട്ട് സോണിലേക്ക്, എത്ര വലിയ സുഖ സൗകര്യങ്ങളിലേക്ക് മനുഷ്യരാശി മുന്നേറിയാലും, എന്തെല്ലാം അഡ്വാൻസ്മെന്റ് ഉണ്ടായാലും, പുരോഗതി ഉണ്ടായാലും, കർത്താവായ യേശു ക്രിസ്തുവിന് മാച്ചിങ് ആയിട്ട് ഒന്നും ഉണ്ടായിട്ടില്ല, ഉണ്ടാകുകയുമില്ല. ബിക്കോസ് ഹി ഈസ് യെസ്റ്റർഡേ, ടുഡേ ആൻഡ് ഫോർ എവർ ദ സെയിം. എന്തെന്നാൽ യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനാണ്, മാറ്റമില്ലാത്തവനാണ്. Every technology needs updation. Every philosophical thoughts, every findings need to sustain or to survive needs updation. But Christ is same yesterday, today and forever. നമ്മൾ ഏത് കണ്ടുപിടുത്തം നടത്തിയാലും, ഏത് ടെക്നോളജി, ഏത് സാങ്കേതിക വിദ്യ വന്നാലും, ഏത് ആശയങ്ങൾ വന്നാലും അതെല്ലാം കാലത്തിനനുസരിച്ച് മാറേണ്ടതുണ്ട്. എന്നാൽ കാലത്തിനനുസരിച്ച് മാറേണ്ട ആവശ്യമില്ലാത്ത, ഏത് കാലഘട്ടത്തിലും ഒരുപോലെ അതിശയമായി അത്ഭുതമായി നിലകൊള്ളുന്ന ഒരേ ഒരു നാമം, അത് യേശു ക്രിസ്തുവിന്റെ നാമം മാത്രമാണ്. കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമം മഹത്വപ്പെടുമാറാകട്ടെ. 29ാമത്തെ വാക്യം വായിക്കുമ്പോൾ ഇപ്രകാരം വായിക്കുന്നു: എൻ്റെ നുകം ഏറ്റുകൊണ്ട്, അതായത് ടേക്ക് മൈ യോക്ക് അപ്പോൺ യു, ലെറ്റ് മീ ടീച്ച് യു, ബിക്കോസ് ഐ ആം ഹംബിൾ ആൻഡ് ജെന്റിൽ അറ്റ് ഹാർട്ട്, ആൻഡ് യു വിൽ ഫൈൻഡ് റെസ്റ്റ് ഫോർ യുവർ സോൾസ്. For my yoke is easy to bear and the burden I give you is light. ഞാൻ സൗമ്യതയും താഴ്മയും ഉള്ളവനാകുന്നു. എൻ്റെ നുകം ഏറ്റുകൊണ്ട് എന്നോട് പഠിപ്പിൻ, എന്നാൽ നിങ്ങളുടെ ആത്മാക്കൾക്ക് ആശ്വാസം കണ്ടെത്തും. എൻ്റെ നുകം മൃദുവും എൻ്റെ ചുമട് ലഘുവും ആകുന്നു. Take my yoke upon you. എൻ്റെ നുകം നിങ്ങളുടെ മേൽ വയ്പിൻ. ഇത് വായിക്കുമ്പോൾ നമുക്ക് പഴയ നിയമത്തിലേക്ക് പോകേണ്ടി വരും. അവിടെ ലേവ്യ പുസ്തകത്തിലും മറ്റുമെല്ലാം ന്യായപ്രമാണത്തിൽ പറയുന്ന ചില കാര്യങ്ങളെ എടുത്തു പറയേണ്ടി വരും. കാരണം എന്താണ്? കാരണം അവിടെ ഇത് കേട്ടുകൊണ്ടിരുന്നത് മെയിൻലി യഹൂദന്മാരാണ്. അവർക്ക് മനസ്സിലാവുന്ന തരത്തിലാണ് ഈ കാര്യം സംസാരിച്ചിരിക്കുന്നത്. എന്നാൽ വളരെ താഴ്മയോടെ, വളരെ ലളിതമായിട്ട് ഞാൻ ഈ വചനം എന്താണെന്നൊന്ന് പറഞ്ഞുകൊള്ളട്ടെ. ടേക്ക് മൈ യോക്ക് അപ്പോൺ യു എന്നതിൻ്റെ അർത്ഥം എന്നെ സ്വീകരിക്ക, എൻ്റെ നുകം കൈക്കൊള്ളുവിൻ, എന്നാൽ എന്നെ സ്വീകരിക്ക, എന്നെ നിങ്ങളുടെ ഉള്ളിൽ വസിക്കുവാൻ അനുവദിക്ക. അതായത് കർത്താവായ യേശു ക്രിസ്തുവിനെ സ്വീകരിക്ക, കർത്താവായ യേശു ക്രിസ്തുവിനെ നിങ്ങളുടെയും എൻ്റെയും ഉള്ളിൽ വസിക്കുവാൻ അനുവദിക്കുക. കർത്താവായ യേശു ക്രിസ്തുവിനെ സ്വീകരിച്ചാൽ, കർത്താവായ യേശു ക്രിസ്തുവിനെ എൻ്റെയും നിങ്ങളുടെയും ഉള്ളിൽ വസിക്കുവാൻ അനുവദിച്ചാൽ എന്താണ് സംഭവിക്കുന്നത് എന്നാണ് പറയുന്നത്. ലെറ്റ് മീ ടീച്ച് യു, ഞാൻ നിങ്ങളെ പഠിപ്പിക്കട്ടെ. എന്തുകൊണ്ട് ഞാൻ നിങ്ങളെ പഠിപ്പിക്കാം? ബിക്കോസ് ഐ ആം ഹംബിൾ, കാരണം ഞാൻ താഴ്മയുള്ളവനാണ്. ഞാൻ നിങ്ങളെ താഴ്മയോടെ പഠിപ്പിക്കട്ടെ. ആൻഡ് ജെന്റിൽ അറ്റ് ഹാർട്ട്, ഹൃദയം കൊണ്ട് താഴ്മയുള്ളവനും സൗമ്യതയുള്ളവനുമാണ്. ഞാൻ മാന്യനാണ്, ഞാൻ സൗമ്യതയുള്ളവനാണ്, ഞാൻ മാന്യനാണ്,
ഞാൻ ഹൃദയം കൊണ്ട് മാന്യനാണ്, താഴ്മയും ഹൃദയം കൊണ്ട് മാന്യതയുമുള്ള ഞാൻ നിങ്ങളെ പഠിപ്പിക്കാം. എൻ്റെ നുകമേറ്റുകൊണ്ടാൽ, അതായത് നിങ്ങൾ എന്നെ സ്വീകരിച്ചാൽ, നിങ്ങൾ എന്നെ നിങ്ങളിൽ വസിക്കാൻ അനുവദിച്ചാൽ ഞാൻ നിങ്ങളെ പഠിപ്പിക്കാം. ഞാൻ താഴ്മയുള്ളവനാണ്, ഞാൻ ഹൃദയപ്രകാരം നന്മയുള്ളവനാണ്, നന്മ ചെയ്യുന്നവനാണ്, ഞാൻ ഹൃദയ പരമാർത്ഥതയുള്ളവനാണ് എന്ന് കർത്താവ് തന്നെ കുറിച്ച് പറയുകയാണ്. നിങ്ങൾക്കോ എനിക്കോ ചിന്തിക്കാൻ കഴിയുന്ന കാര്യമല്ല കർത്താവ് പറയുന്നത്. നമ്മെ സൃഷ്ടിച്ച ദൈവത്തിന് നമ്മോട് ഇങ്ങനെ സംസാരിക്കേണ്ട ആവശ്യം ഇല്ല. ഞാൻ ദൈവം, മര്യാദയ്ക്ക് എന്നെ ആരാധിക്ക് എന്ന് മാത്രം പറഞ്ഞാൽ മതി. അങ്ങനെ പറഞ്ഞില്ല എന്നാ എല്ലാവരുടെയും കുറ്റം കർത്താവിനെ കുറിച്ച്. കർത്താവ് അങ്ങനെ പറയില്ല. കാരണം കർത്താവ് സ്നേഹമാ. കർത്താവ് സ്നേഹമാ. ആ സ്നേഹത്തെ രുചിച്ചറിയുന്നവർക്ക് ഒരിക്കലും കർത്താവിനെ കുറിച്ച് വേറൊന്നും ചിന്തിക്കാൻ തോന്നില്ല. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നുള്ളവരുമായുള്ളവരെ എൻ്റെ അടുക്കൽ വരുവിൻ എന്ന് വിളിച്ചു പറയുന്നത്, ഞാൻ നിങ്ങൾക്ക് വിശ്രമത്തെ തരാം, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം എന്ന് പറയുന്നത് കർത്താവ് സ്നേഹമായതുകൊണ്ടാണ്. എന്നെ സ്വീകരിപ്പിൻ, എൻ്റെ നുകമേറ്റുകൊള്ളുവിൻ, എന്നെ നിങ്ങളുടെ ഉള്ളിൽ വസിക്കാൻ അനുവദിപ്പിൻ എന്ന് പറയുന്നത് കർത്താവ് സ്നേഹമായതുകൊണ്ടാണ്. ഞാൻ നിങ്ങളെ പഠിപ്പിക്കാം. ദൈവത്തിന് ആരെയും പഠിപ്പിക്കേണ്ട ആവശ്യമില്ല. ദൈവത്തിന് കൽപ്പിച്ചാൽ മതി, നീ ഇന്ന രീതിയിൽ നടന്നോളണം, ഇല്ലെങ്കിൽ നിന്റെ കാര്യത്തിൽ തീരുമാനമാകും എന്ന് മാത്രം പറഞ്ഞാൽ മതി. ഒരു അടിമയെ പോലെ കണ്ടാൽ മതി, അല്ലെങ്കിൽ ഒരു മൃഗത്തെ പോലെ കണ്ടാൽ മതി. പക്ഷെ അങ്ങനെ കാണുന്നില്ല. സ്വന്തം സന്തതിയെ പോലെ കാണുകയാണ്. അല്ല, സ്വന്തമായി തന്നെ, സ്വന്തം ശരീരത്തിന്റെ ഭാഗമായി തന്നെ നമ്മെ തൻ്റെ അസ്ഥിക്ക് അസ്ഥിയും തൻ്റെ മാംസത്തിന് മാംസവുമായി നമ്മെ കണ്ടുകൊണ്ട് ആർദ്രതയോടെ സ്നേഹത്തോടെ നമ്മോട് വിളിച്ചു പറയുകയാണ്, എന്നെ സ്വീകരിക്ക്, എൻ്റെ ഉള്ളിൽ വസിക്ക്, ഞാൻ നിങ്ങളുടെ ഉള്ളിലും വസിക്കട്ടെ, ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരാം, എൻ്റെ മാർഗത്തെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം, എപ്രകാരം ജീവിക്കണമെന്ന് ഞാൻ പറഞ്ഞു തരാം, എൻ്റെ മാർഗം എന്തെന്ന് ഞാൻ നിങ്ങൾക്ക് സൗമ്യതയോടെ പറഞ്ഞു തരാം, ഞാൻ നിങ്ങൾക്ക് ഹൃദയ പരമാർത്ഥതയോടെ പറഞ്ഞു തരാം ഞാൻ എന്ത് എന്ന്. കാരണം ഞാൻ സ്നേഹമാകുന്നു, ദൈവം സ്നേഹമാകുന്നു. Take my yoke upon you, let me teach you, because I am humble. ഞാൻ താഴ്മയുള്ളവനാണ്, and gentle at heart. ഹൃദയം കൊണ്ട് ഞാൻ മാന്യനാണ്, I am gentle, and you will find rest for your souls. നിങ്ങൾ എന്നെ സ്വീകരിച്ചാൽ, ഞാൻ നിങ്ങളുടെ ഉള്ളിൽ വന്നാൽ, നിങ്ങൾ നിങ്ങളുടെ ആത്മാക്കൾക്ക് വിശ്രമം കണ്ടെത്തും. അർത്ഥം, നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിന്, നിങ്ങളുടെ ആത്മാവിന് നിത്യജീവനെ കണ്ടെത്തും. അതായത് ഞാനും നിങ്ങളും ഒന്നായി ചേരും. നാം രണ്ടല്ല, ഏക ദൈവത്തിൽ ഏകമായി, എല്ലാം ഒന്നായി നാം ദൈവവുമായി ചേരും. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നുള്ളവരുമായുള്ളവരെ എൻ്റെ അടുക്കൽ വരുവിൻ. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരും ആയുള്ളവരെ എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങൾക്ക് വിശ്രമത്തെ തരാം. എങ്ങനെ? എന്നെ സ്വീകരിച്ച് എൻ്റെ നുകമേറ്റുകൊണ്ട്. ഞാൻ പഠിപ്പിക്കുന്നത് എന്തെന്ന് ഹൃദയ പരമാർത്ഥതയോടെ, രണ്ട് യജമാനന്മാരില്ലാതെ, ഈ ലോകം പറയുന്നത് പഠിച്ചും ഞാൻ പറയുന്നത് പഠിച്ചും രണ്ട് പരീക്ഷ ഒരുപോലെ പാസ്സാകാം എന്ന് വിചാരിക്കാതെ, ഞാൻ പറയുന്നത് കേട്ട് ഞാൻ പറയുന്നത് പോലെ നടക്കാൻ തക്കവണ്ണം ഞാൻ നിങ്ങളെ സൗമ്യതയോടെ, ഞാൻ നിങ്ങളെ മാന്യതയോടെ, സ്നേഹത്തോടെ പഠിപ്പിക്കുമ്പോൾ അത് ഏറ്റുകൊണ്ട്, അത് കൈക്കൊണ്ടുകൊണ്ട്
മുൻപോട്ട് പോയാൽ നിങ്ങളുടെ ആത്മാവിന് വിശ്രമം ലഭിക്കും. നിങ്ങളുടെ ആത്മാവിന് വിശ്രമം ലഭിക്കും. അതാണ് കർത്താവിന് എന്നോടും നിങ്ങളോടും പറയുവാനുള്ള സത്യ സുവിശേഷം. ഇതാ സുവിശേഷം, യേശു ക്രിസ്തുവിന് മഹത്വം. എന്നിട്ട് ഒടുവിൽ കർത്താവ് ഈ അധ്യായത്തിൽ 30-ാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നു, ഫോർ മൈ യോക്ക് ഈസ് ഈസി ടു ബെയർ ആൻഡ് ദ ബർഡൻ ഐ ഗിവ് യു ഈസ് ലൈറ്റ്. എൻ്റെ നുകം ലഘുവാണ് വഹിക്കുവാൻ. അതായത് ഞാൻ ഉള്ളിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ഭാരവും ഞാൻ ഉണ്ടാക്കത്തില്ല. നിങ്ങൾക്ക് എന്നോട് കൂടെ നടക്കുക എന്നാൽ, അല്ലെങ്കിൽ എന്നെ വഹിച്ചുകൊണ്ട് നടക്കുക എന്നാൽ, എന്നിൽ വസിക്കുക എന്നാൽ ലളിതമാണ്, അത് ഈസിയാണ്. നിങ്ങൾ ഈ ലോകപ്രകാരമുള്ള ഒരു നിലവാരത്തിലും നിങ്ങൾക്ക് ഞാനൊരു ഭാരവുമാകില്ല എന്ന് കർത്താവ് വ്യക്തമാക്കുകയാണ്. എന്നിട്ടോ ആൻഡ് ദ ബർഡൻ ഐ ഗിവ് യു ഹിസ് ലൈറ്റ്. ഞാൻ തരുന്ന ഭാരം നിങ്ങൾക്ക് ലഘുവായിരിക്കും. നിങ്ങളെ തകർക്കുന്നതല്ല, നിങ്ങളെ നശിപ്പിക്കുന്നതല്ല, കാരണം ഞാൻ സ്നേഹമാണ്. പ്രിയമുള്ളവരെ, നിങ്ങൾക്ക് ഈ കർത്താവിനെ ഒന്ന് അക്ഷയമായി സ്നേഹിക്കാൻ കഴിയുന്നുണ്ടോ? അതോ നിങ്ങൾ ഈ ലോകപ്രകാരമുള്ള നിലവാരത്തിൽ ജീവിക്കുകയാണോ? നിങ്ങളുടെ കാര്യം നടക്കാൻ വേണ്ടി ഇവിടെ വരുന്നു, ഇത് കേൾക്കുന്നു, പോകുന്നു. ബാക്കി ഇത് കഴിയുമ്പോൾ നിങ്ങളുടെ ചിന്ത എന്തോ, നിങ്ങളുടെ വിഷയങ്ങളെന്തോ, അതനുസരിച്ച് നിങ്ങൾ ലോകത്തിൻ്റെ രീതിക്ക് അനുസരിച്ച് പോകുന്നു. പ്രിയമുള്ളവരെ, ഒരാളിൽ കർത്താവ് വസിക്കുന്നുണ്ട് എങ്കിൽ ആ വ്യക്തിക്ക് ഒരിക്കലും ഈ ലോകപ്രകാരമുള്ള നിലവാരത്തിൽ ജീവിക്കാൻ കഴിയില്ല. ആ വ്യക്തി നിശ്ചയമായിട്ടും കർത്താവിൻ്റെ രീതിക്കനുസരിച്ച് തന്നെ ജീവിക്കും. അത് നമുക്കൊന്ന് മനസ്സിലാകണമെങ്കിൽ 1 യോഹന്നാൻ 2:6 വാക്യത്തിലേക്ക് നമുക്കൊന്ന് വരണം. 1 യോഹന്നാൻ എഴുതിയ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 6 വാക്യത്തിലേക്ക് നമുക്കൊന്ന് വരണം. Those who say they live in God should live their lives as Jesus did. ആരെല്ലാം അവർ ദൈവത്തിൽ വസിക്കുന്നു എന്ന് പറയുന്നു, അവരെല്ലാവരും ക്രിസ്തു ജീവിച്ചതുപോലെ ജീവിക്കണം. ഞാൻ കാണുന്നത്, ഞാൻ പ്രവർത്തിക്കുന്നത്, ഞാൻ സംസാരിക്കുന്നത്, ഞാനായിരിക്കുന്ന ചുറ്റുപാട് ക്രിസ്തു ജീവിക്കുന്നത് പോലെ ജീവിക്കുവാൻ തക്കവണ്ണം ഞാൻ മാതൃക കാണിക്കുന്നുണ്ടോ എന്നൊന്ന് ചിന്തിക്കണം. Those who say they live in God should live their lives as Jesus did. ആരെല്ലാം ഞാൻ ദൈവത്തിൽ വസിക്കുന്നു, ഞാൻ ദൈവത്തിൽ ജീവിക്കുന്നു എന്നാരെല്ലാം പറയുന്നുണ്ടോ, അതായത് ഞാൻ ദൈവത്തിൻ്റെതാണ്, ഞാൻ യേശുവിൽ വിശ്വസിക്കുന്നു, ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്നു എന്നെല്ലാം ആര് പറയുന്നുണ്ടോ അവരെല്ലാം ഇന്ന് നിങ്ങളുടെ കൂടെയുള്ളവർ ജീവിക്കുന്നത് പോലെ അല്ല ജീവിക്കേണ്ടത്. നിങ്ങളെ ഏറ്റവും കൂടുതൽ സഹായിക്കുന്ന വ്യക്തി ജീവിക്കുന്നത് പോലെ അല്ല ജീവിക്കേണ്ടത്. നിങ്ങൾ ഏറ്റവും കൂടുതൽ കാണുന്ന ആരോ ആ വ്യക്തി ജീവിക്കുന്നത് പോലെ അല്ല ജീവിക്കേണ്ടത്. മറിച്ച് ക്രിസ്തു ജീവിക്കുന്നത് പോലെ, അല്ലെങ്കിൽ ക്രിസ്തു ജീവിച്ച് കാണിച്ചതുപോലെ നിങ്ങൾ ജീവിക്കണം. അതാണ് സത്യ സുവിശേഷം. പ്രിയമുള്ളവരെ, അതിനായിട്ട് തന്നെ ദൈവത്തിൻ്റെ ആത്മാവ് എന്നെയും നിങ്ങളെയും ഒരുക്കട്ടെ എന്ന് ഞാൻ യേശു ക്രിസ്തുവിൻ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുകയാണ്. അതിനായിട്ട് തന്നെ ദൈവത്തിൻ്റെ ആത്മാവ് ഏവരെയും ഒരുക്കട്ടെ എന്ന് ഞാൻ യേശു ക്രിസ്തുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുകയാണ്. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നുള്ളവരുമായുള്ളവരെ, ഏവരും എൻ്റെ അടുക്കൽ വരുവിൻ. ഏവരും, മുഖപക്ഷമില്ല, ഏവരും എൻ്റെ അടുക്കൽ വരുവിൻ. ഞാൻ നിങ്ങൾക്ക് വിശ്രമത്തെ തരാം, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. എന്നിൽ വസിപ്പിൻ. എന്നിൽ വസിച്ചുകൊണ്ട്
ഞാൻ പഠിപ്പിക്കുന്നത് പഠിപ്പിൻ, ഞാൻ ജീവിച്ചതുപോലെ ജീവിപ്പിൻ, എന്നിൽ ജീവിപ്പിൻ. ഇതാണ് ക്രിസ്തുവിൻ്റെ ഹിതം. ഇതാണ് സാക്ഷാൽ ദൈവത്തിൻ്റെ ആത്മാവ് എന്നോടും നിങ്ങളോടും ഇന്ന് സംസാരിച്ചിരിക്കുന്നത്. ഈ സത്യത്തിൽ നിലനിൽക്കുവാൻ, ഈ സത്യത്തിൽ വളരുവാൻ കർത്താവ് എല്ലാ പ്രിയപ്പെട്ടവരെയും സഹായിക്കട്ടെ എന്ന് ഞാൻ യേശു ക്രിസ്തുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുകയാണ്. കർത്താവ് ഇവരെ അനുഗ്രഹിക്കട്ടെ.